ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ചയും വരുന്ന ആഴ്ചകളും ജൂൺ മാസത്തിലേക്കായിട്ട് OTT റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ്. ആലപ്പുഴ ജിംഖാന, ഗെറ്റ് സെറ്റ് ബേബി, പ്രിൻസ്, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ OTT റിലീസ് ചെയ്ത് ലഭ്യമായിരിക്കണം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2022 തിയേറ്ററോട്ടത്തെ ചിത്രമായിരുന്നു ശരത് ജി മോഹൻ ഡയറക്ട് ചെയ്ത് ധീരജ് ഡന്നി കേന്ദ്ര കഥാപാത്രത്തെ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ചിത്രം OTT വഴി റിലീസിനെത്തിയിട്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന് OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ വരുന്ന ജൂൺ മാസം 15-ാം തീയതി ചിത്രത്തിന് OTT റിലീസ് ഉണ്ടാകുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ചിത്രം തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. വേദിക കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഗജന എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കണം. വേദിക, യോഗി ബാബു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രത്തിലെ OTT റൈറ്റ്സ് ഒക്കെ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ മാസം പകുതിയോടുകൂടി ഈ ഒരു സിനിമ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്നുള്ള ചിത്രമാണ്. ജാട്ട് എന്ന് പറയുന്ന സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രത്തെ ഹിന്ദി ചിത്രത്തിന്റെയാണ്. സണ്ണി ഡിയോൾ, രൺദീപ് ഹൂഡ, റെജീന കസാൻഡ്ര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഗോപി ചന്ദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ജാട്ട് എന്ന് പറയുന്ന സിനിമ. 100 കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് കളക്ട് ചെയ്ത് ഹിറ്റ് ലിസ്റ്റ് ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ചിത്രത്തിന്റെ ഹിന്ദി ഭാഷ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ വളരെ നാളുകളായിട്ട് കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് നടികർ എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രം. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാജ് ജൂനിയർ അണിയിച്ചൊരുക്കിയ ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ടൊവിനോയ്ക്കൊപ്പം തന്നെ ദിവ്യ പിള്ള, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, സൗബിൻ ഷാഹിർ, ഷൈൻ ടോം ചാക്കോ, ഭാവന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി കാത്തിരുന്ന സിനിമാ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയതായിരുന്നു. ഈ വരുന്ന ജൂൺ മാസം 20-ാം തീയതി ഒരുപക്ഷെ നടികർ എന്ന് പറയുന്ന സിനിമ റിലീസിനെത്താൻ പോകുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2025 തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു എന്ന് സ്വന്തം പുണ്യാൾ എന്ന് പറയുന്ന സിനിമ. യുവതാരങ്ങളിൽ ശ്രദ്ധേയരായിട്ടുള്ള അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനുശ്വര രാജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ ജൂൺ മാസം അവസാനത്തോടുകൂടി ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2024 പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു മാരി വിജയൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമ. ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, വിൻസി അരോഷിസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ ബോസ് അണിയിച്ചിരിക്കിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട ഒരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിത്രം ഇതുവരെ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ വരുന്ന ജൂൺ മാസത്തിൽ തന്നെ ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് ബേഡ്സ് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം. ജനുവരി മാസം തിയേറ്ററോട്ടെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിക്കൊപ്പം തന്നെ ഗോകുൽ സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം തമിഴിലെ പ്രശസ്ത ഡയറക്ടറായിട്ടുള്ള ഗൗതം വാസുദേവനായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് ഇപ്പോഴത്തെ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം കൺഫേം ആണെന്ന് അറിയത്തില്ല. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ. മമ്മൂട്ടി, ഗൗതം വാസുദേവ മേനോൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നമുക്ക് തന്നെ ഡീനോ ഡെനീസ് അണിയിച്ചിരിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ 25 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാത്തിരിപ്പിന് വിരാമോട്ടോടെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. C5 വഴി ഈ വരുന്ന ജൂൺ മാസത്തിൽ തന്നെ ഈ ഒരു സിനിമ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ. 2024 തിയേറ്ററോട്ടെത്തിയ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 2025 തിയേറ്ററോട്ടെത്തിയിട്ടുള്ളത്. മഞ്ജു വാര്യർക്കൊപ്പം തന്നെ വിശാഖ് നായർ, ഗായത്രി അശോക് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം സൈജു ശ്രീധരനായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുള്ളത്. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ചിത്രമായിരുന്നു ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങളായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഉണ്ണിമുകുന്ദനോടൊപ്പം തന്നെ നിഖില വിമൽ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം നവാഗതനായ വിനയ് ഗോവിന്ദായിരുന്നു അണിയിച്ചിരിക്കിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ഇപ്പോഴത്തെ മനോരമ മാക്സ്, ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജൂൺ 15-ാം തീയതി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന ഇപ്പോൾ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ മികച്ച സദസ്സ് പ്രദർശനം തുടരുന്ന ചിത്രമാണ് ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്
ബിന്ദു പണിക്കർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളുമായിട്ട് മികച്ച വിജയത്തിലോട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന് OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജൂൺ മാസത്തിൽ തന്നെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് നസ്ലിൻ കേന്ദ്ര കഥാപാത്രത്തിൽ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ. നസ്ലിൻ, ഗണപതി, ബാലു വർഗീസ്, ലുക്മാൻ അർറാൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം ഖാലിദ് റഹ്മാനായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. 65 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രത്തിന് OTT റൈറ്റ്സ് ഒക്കെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. സോണി ലൈവ് ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ വിജയിച്ച ചിത്രമായിരുന്നു 2025 പുറത്തിറങ്ങിയ പടക്കള എന്ന് പറയുന്ന സിനിമ. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് പ്രദീപ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം മനു സ്വരാജ് ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഹോട്ട്സ്റ്റാർ ഈ വരുന്ന ജൂൺ മാസം 10-ാം തീയതി ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളെ നിങ്ങൾ ഏത് സിനിമയുടെ OTT റൈറ്റ്സ് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.